ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വലിയൊരു വചനവുമായിട്ട് ദൈവജനത്തിൻ്റെ മധ്യത്തിൽ ഇങ്ങനെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിന് ധാരാളമായ കൃപ അനുഭവിപ്പാനും അനുഗ്രഹീതമായ നിലയിൽ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിപ്പാൻ തക്കോണം നമുക്കിടയായിട്ട് തീർന്നു. ഇന്ന് വൈകുന്നേരം പതിവ് പോലെ വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകളാണല്ലോ നമുക്ക് ആരംഭിക്കുവാനിടയായത്. ഇന്ന് മൂന്നാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാനിടയായി. ദൈവം അതിനെ കേൾവി നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീർന്നുവെന്ന് പരിപൂർണമായി വിശ്വസിക്കുവാനായിട്ട് കഴിയും. പലരുടെയും പ്രതികരണം ആ നിലയിൽ എനിക്ക് ലഭിപ്പാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തെ പണിവീൻ എന്നുള്ളതായ ടൈറ്റിലാണ് നാം ചില കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് ആരംഭിച്ചത്. അനേക വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നുമായിട്ട് ഇതിനോടകം വായിപ്പാൻ തക്കവണ്ണം നമുക്കിടയായിട്ട് തീർന്നു. വളരെ പ്രധാനപ്പെട്ടതായ 2 കാര്യങ്ങളാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രദ്ധിപ്പാനിടയായിട്ട് തീർന്നത്. ഒന്ന്, വിശുദ്ധ മന്ദിരത്തെ പണിയുവാനായിട്ട് ദൈവമാണ് താല്പര്യപ്പെട്ടത്, തൻ്റെ ജനത്തോടാണ് ആവശ്യപ്പെട്ടത്. തൻ്റെ ജനം അത് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആലയത്തോട് ബന്ധപ്പെട്ടാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ ശരീരമായിരിക്കുന്ന സഭയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ ഓരോ വ്യക്തിയെയും കുറിച്ചാണ് ദൈവത്തിൻ്റെ മന്ദിരം എന്നുള്ളത് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നും 6-ാമത്തെ അധ്യായത്തിൽ നിന്നും നമുക്ക് ഓർക്കുവാനായിട്ട് കഴിഞ്ഞതായ കാര്യമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസ് മുഖാന്തരം കൊരിന്ത്യ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചത് നമുക്ക് വായിപ്പാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നല്ലോ. നാം ആദ്യമായി ചിന്തിച്ചത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ മന്ദിരം പണിയുമ്പോൾ ആ പണിക്ക് ആവശ്യമായ നിലയിൽ ദൈവമാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് നമുക്ക് ആദ്യത്തെ ക്ലാസ്സിൽ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. ദൈവത്തിൻ്റെ മന്ദിരത്തെ പണിയുക അല്ലെ പണിയേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് പുതിയ നിയമ ചിന്ത എന്നുള്ളത് നമുക്കിങ്ങനെയാണ് ഓർക്കുവാൻ കഴിഞ്ഞത്. രക്ഷിക്കപ്പെട്ട ദൈവ മക്കളെ കൊണ്ടാണ് ദൈവം തൻ്റെ ആലയത്തെ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞതായ വിഷയമാണ്. രക്ഷയോടുള്ള ബന്ധത്തിൽ 3 പ്രധാനപ്പെട്ടതായിരിക്കുന്ന വാക്കുകൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കർത്താവ് പൗലോസ് മുഖാന്തരം തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വീണ്ടും ജനിച്ചവരാണ്, നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്, നിങ്ങൾ വീണ്ടും ജനിപ്പിക്കപ്പെട്ടവരാണ്, നിങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നുവെന്ന് പത്രോസിന്റെ വാക്കുകൾ നമുക്ക് ഓർക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് ദൈവത്തിന്റെ മന്ദിരത്തെ പണിയുവാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനെ താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പ്രായോഗിക വിശുദ്ധീകരണത്തിന്റെ അനിവാര്യത എന്താണ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഓർക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. ഒരു വിശുദ്ധ മന്ദിരം എന്നുള്ളതായ നിലയിൽ വിശുദ്ധ ജീവിതത്തിന്റെ പ്രാധാന്യത എത്രമാത്രം വലുതാണ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം സവിസ്തരം ചിന്തിച്ചതാണ്. ഇനി അവിടേക്ക് പോയാൽ നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യുവാനായിട്ട് കഴിയാതെ വരും. ധാരാളം കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഓർക്കുവാൻ തക്കണം ഇടയായിട്ട് തീർന്നു. കഴിഞ്ഞ ക്ലാസ് നിർത്തിയെടുത്ത് ഞാൻ ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്രകാരമാണ് ഈ വാക്കുകൾ പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ് നാം അവസാനിപ്പിച്ചത്. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവീൻ അല്ലെങ്കിൽ വിശുദ്ധരാകുവീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന വാക്യം പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങളിൽ നിന്നും നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ വാക്ക് അല്ലെങ്കിൽ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ വേദഭാഗം ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യവും 19-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യവും
20-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യവുമാണ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഓർക്കുവാനായിട്ട് കഴിഞ്ഞു. സമയത്തിന്റെ കുറവ് മുഖാന്തരം അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും പോകുവാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ആ ഭാഗത്ത് നിന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിൽ ഭക്ഷണക്രമങ്ങൾ ക്രമീകരിക്കുന്നതിനുള്ള ബന്ധത്തിലാണ് ആ വാക്ക് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ലേവ്യ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ ഞാൻ വിശദീകരിക്കുന്നില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും കൊരിന്ത്യർക്കെതിരെ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ തിന്നാലും നിങ്ങൾ കുടിച്ചാലും നിങ്ങൾ എന്തു ചെയ്താലും അവന്റെ മഹത്വത്തിനായി ചെയ്യുവീനെന്ന് പൗലോസ് മുഖാന്തരം കൊരിന്ത്യ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഞാൻ സംസാരിക്കുവാനിടയായിട്ട് തീർന്നു. ലേവ്യ പുസ്തകം 19-20 അധ്യായങ്ങളിൽ കുടുംബ ബന്ധങ്ങളെ കുറിച്ചും അന്യ ദൈവങ്ങളെ സേവിക്കുന്നതിനെ കുറിച്ചും ഉള്ളതായിരിക്കുന്ന പ്രമാണങ്ങളെയാണ് നൽകി തന്നിരിക്കുന്നത്. ലേവ്യ പുസ്തകം 19-ാമത്തെ അധ്യായത്തിലും 20-ാമത്തെ അധ്യായത്തിലും ആ വിഷയമാണ് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ആ വിഷയത്തോടുള്ള ബന്ധത്തിലും വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങളുടെ എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരാകുവീൻ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മന്ദിരം, വിശുദ്ധ മന്ദിരത്തെ പണിയുവാനായിട്ട് താല്പര്യപ്പെടുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വചനം വളരെ സൂക്ഷ്മമായിട്ട് പറയുന്നതായ ഈ യാഥാർത്ഥ്യത്തിന് ഒരുപാട് പ്രാധാന്യത ക്രിസ്തീയ ജീവിതത്തിൽ ഞാനും നിങ്ങളും അറിഞ്ഞേ മതിയാകുള്ളൂ എന്ന് പ്രിയപ്പെട്ടവരെ ഈ വാക്കുകളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. വിശുദ്ധീകരണത്തിന്റെ, പ്രായോഗിക വിശുദ്ധീകരണത്തിന്റെ അനിവാര്യത ദൈവാലയ നിർമ്മാണത്തോട് ബന്ധത്തിൽ ദൈവം അധിവസിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെ പണിതുകൊണ്ടിരിക്കുന്ന ആ പണിയുടെ പിന്നിൽ ഈ വസ്തുതയ്ക്ക് വലിയ പ്രാധാന്യത ഉള്ളതായിട്ടാണ് നമുക്ക് തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ 3-ാമത്തെ വിഷയത്തിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു വരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. 3-ാമത്തെ വിഷയം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ മന്ദിരത്തെ പണിയുവാനായിട്ടുള്ള പണിയിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് വഹിക്കുന്ന എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ച് ഒരു മാനസാന്തര അനുഭവം ഓരോ വിശ്വാസിയിലും ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ്. അതുകൊണ്ട് 3-ാമത്തെ ടൈറ്റിൽ ഇങ്ങനെ കൊടുക്കാം, മാനസാന്തര അനുഭവം വിശ്വാസിയിൽ. ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ മാനസാന്തരപ്പെടേണ്ടതിന്റെ ആവശ്യകത വളരെ ഗൗരവമായിട്ടാണ് ദൈവത്തിന്റെ വനത്തിൽ നിന്നും കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് ഏറ്റവും അധികം കേൾവി കുറഞ്ഞിരിക്കുന്നതായ ഒരു വിഷയമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുന്നത്. മാനസാന്തരം എന്ന് പറയുമ്പോൾ പലപ്പോഴും സുവിശേഷ പ്രസംഗത്തോട് ബന്ധത്തിലാണ് ഈ പദപ്രയോഗം ഉപയോഗിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓരോ വിശ്വാസിയെ സംബന്ധിച്ചും അനുദിനം മാനസാന്തരപ്പെടേണ്ടതിന്റെ ആവശ്യകത ദൈവത്തിന്റെ വചനത്തിൽ വളരെ ഗൗരവമായ നിലയിലാണ് പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളത് ഞാനും നിങ്ങളും യാതൊരു നിലയിലും വിസ്മരിച്ചുകൂടാൻ കഴിയാത്തതായ ഒരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ മന്ദിരത്തിന്റെ പണിയിൽ മാനസാന്തര അനുഭവം അത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമായിരിക്കുന്നു. ഞാൻ ഇങ്ങനെ ഒന്ന് പറയാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ദൈനംദിനം മാനസാന്തരം ഓരോ വിശ്വാസിയിലും ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ഇതൊരു വലിയ പ്രക്രിയയായിട്ടാണ് ദൈവത്തിന്റെ വനത്തിൽ കാണുവാൻ കഴിയുന്നത്. മാനസാന്തരം എന്നതായിരിക്കുന്ന വാക്കിന്റെ ശരിയായിരിക്കുന്ന അർത്ഥം എന്തെന്ന് പരിശോധിപ്പാൻ ഇടയായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ മടങ്ങി വരിക, ദൈവത്തിങ്കലേക്ക് മടങ്ങി വരിക. പ്രിയപ്പെട്ടവരെ, നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി താല്പര്യപ്പെടുന്ന ഒരു വിഷയമായിട്ടാണ് ഈ മാനസാന്തരത്തെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ മാനസാന്തരം എന്നുള്ളത് പല വിഷയങ്ങളോട് ചേർത്ത് ദൈവത്തിന്റെ വനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എല്ലാ വിഷയത്തിലേക്കും പോകുവാനായിട്ടുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് ചുരുങ്ങിയതായിരിക്കുന്ന വാക്കുകൾ അവിടുന്നും ഇവിടുന്നും ഒക്കെ ആയിട്ട് ഒന്ന് പറയണം എന്നുള്ളതാണ് ഞാൻ കർത്താവിന്റെ വചനത്താൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ താല്പര്യപ്പെടുന്നതായ കാര്യം. വിശ്വാസിയുടെ മാനസാന്തരത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ വളരെയധികം പരാമർശിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അതായത്
പഴയ നിയമത്തിനും പുതിയ നിയമത്തിനുമായിട്ട് ഈ ഒരു വിഷയത്തെ അനേക വിഷയങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് പരിശുദ്ധാത്മാവായ ദൈവം തിരുവചനത്തിൽ കൂടെ നമ്മുടെ മുമ്പാകെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ഞാനും നിങ്ങളും ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. നാം ആകുന്ന വിശുദ്ധ മന്ദിരത്തെ പണിയുമ്പോൾ പ്രായോഗിക വിശദീകരണം പോലെ തന്നെ മാനസാന്തര അനുഭവം വളരെ പ്രധാനപ്പെട്ടതായ കാര്യമായിട്ടിരിക്കുന്നു. ഞാൻ ഈ പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞത് ഇതിന്റെ പ്രാധാന്യത മനസ്സിലാക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് ഞാൻ ആ വാക്ക് പല പ്രാവശ്യം ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു വസ്തുത ഇങ്ങനെ പറയട്ടെ, മാനസാന്തരവും രക്ഷയും രണ്ടും രണ്ട് കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. മാനസാന്തരവും രക്ഷയും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അതായത് ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞ ആ ഭാഗത്ത് മുമ്പോട്ട് പോകാം. മാനസാന്തരപ്പെട്ട എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മാനസാന്തരപ്പെട്ട എല്ലാവരും ശരിയായ നിലയിൽ നാം ആദ്യം ചിന്തിച്ച വാക്കിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഭാഗത്ത് നാം ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ മാനസാന്തരപ്പെട്ട എല്ലാവരും വീണ്ടും ജനിച്ചവരാണെന്ന് പറയാൻ പറ്റുന്നതല്ല. മാനസാന്തരപ്പെട്ട എല്ലാവരും വേർതിരിക്കപ്പെട്ടവരാണെന്ന് പറയാൻ കഴിയുന്നതല്ല. മാനസാന്തരപ്പെട്ട എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണെന്ന് പൂർണ്ണമായിട്ട് പറയുവാൻ നമുക്ക് കഴിയുന്നത് അല്ല. എന്നാൽ ഒരു കാര്യം ഞാൻ തിരിച്ചു പറയട്ടെ, രക്ഷിക്കപ്പെട്ട എല്ലാവരും മാനസാന്തരപ്പെട്ടവരായിരിക്കണമെന്നുള്ളത് പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ഓരോരുത്തരെയും കുറിച്ച് വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ വചനത്തിൽ. ഒന്നും കൂടി ആവർത്തിച്ച് പറയാം, മാനസാന്തരപ്പെട്ട എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന എല്ലാവരും ശരിയായ നിലയിൽ മാനസാന്തരപ്പെട്ടുകൊണ്ടേ ഇരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. കാരണം ഈ ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ ലോകത്തിന്റെ പലവിധമായ വിഷയങ്ങളോട് ബന്ധപ്പെട്ടാണ് എന്റെയും നിങ്ങളുടെയും ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾ, ഈ ലോകത്തിന്റെ കറയും ചുളുക്കവും നമ്മുടെ ആത്മീക ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുള്ളതായിരിക്കുന്ന സാഹചര്യത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നതെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ, മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. അത് എന്നും ഉണ്ടാകേണ്ടത്, അത് എപ്പോഴും ഉണ്ടാകേണ്ടത്, അത് എല്ലായിടത്തും ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മാനസാന്തരത്തെ കുറിച്ച് പ്രത്യക്ഷമായും പരോക്ഷമായും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേക വേദഭാഗങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ചിലതൊക്കെ ഞാൻ നോക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, പല വിഷയങ്ങളോട് ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്, പല കാര്യങ്ങളോട് ബന്ധപ്പെട്ടാണ്. എല്ലാം ഒന്നും ചർച്ച ചെയ്യാനുള്ള സമയവും സാവകാശവും നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ടും ഇതൊരു വലിയ വിഷയമായതുകൊണ്ടും ഇന്ന് രാത്രിയിൽ ഒന്ന് രണ്ട് വേദഭാഗങ്ങളിലും ചുരുങ്ങിയതായിരിക്കുന്ന ആലോചനകൾ ഈ വിഷയത്തിൽ പറയണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ താല്പര്യപ്പെടുന്നത്. അതായത് ഈ ഈ ഈ മാനസാന്തരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണെന്ന് ഞാൻ പല പ്രാവശ്യങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞു. ഞാൻ ഈ പറയാൻ പോകുന്നതായ കാര്യം ശ്രദ്ധിക്കണം. മാനസാന്തരവും ആരാധനയും, അതായത് ആരാധിക്കുന്ന വ്യക്തി, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തി, ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തെ പണിതുകൊണ്ടിരിക്കുന്നതായ ഒരു വ്യക്തി, നമ്മെ ഉൾപ്പെടുത്തിയാണല്ലോ പണി നടക്കുന്നത്. അപ്പോൾ മാനസാന്തരവും ആരാധനയും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അതിപ്രധാനപ്പെട്ടതായ വിഷയമായിട്ട് ഇരിക്കുന്നു. ഞാൻ ഈ വേദഭാഗം ഒന്ന് ധ്യാനിക്കാൻ ശ്രമിച്ചപ്പോൾ പഴയ നിയമത്തിലെ അനേക വേദഭാഗങ്ങൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുവാൻ ഇടയായിട്ടിരുന്നു. അനേക വേദഭാഗങ്ങൾ ദൈവവചനം നന്നായിട്ട് അറിയാവുന്നവരുടെ മധ്യത്തിലാണ് ഞാൻ ദൈവവചനം ശുശ്രൂഷിക്കുന്നത് എന്നുള്ള നല്ല ബോധ്യം എന്നെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ആരാധനയോടുള്ള ബന്ധത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ നിന്നുകൊണ്ട് നമുക്കൊരു മാനസാന്തരം ആവശ്യമാണെന്ന് ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ ചില വിഷയങ്ങളിലേക്ക് ഒന്ന് കൊണ്ടുപോകുവാൻ ഞാൻ നിങ്ങളെ താല്പര്യപ്പെടുകയാണ്. നമുക്കെല്ലാവർക്കും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയും തിരിക്കാം. ജോസുമോനെ ആ വാക്യങ്ങൾ ഒന്ന് എടുക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം
അതിന്റെ 10 മുതൽ 20 വരെയുള്ളതായ വാക്യങ്ങളിലേക്കാണ് ഞാൻ ഇപ്പോൾ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ വളരെ പ്രധാനപ്പെട്ടതായ ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചതിന് ശേഷം ഇതിന്റെ 2-ാമത്തെ ഭാഗമായ 10-ാമത്തെ വാക്യം മുതൽ 20-ാമത്തെ വാക്യം വരെ, എന്നാൽ 21-ാമത്തെ വാക്യം മുതൽ 31-ാമത്തെ വാക്യം വരെ ദൈവജനത്തിന്റെ മധ്യത്തിൽ അല്ലെങ്കിൽ ഇസ്രയേലിനുള്ള ബന്ധത്തിലുള്ള ന്യായവിധിയുടെ ചിത്രമായിട്ട് ആ വാക്കുകളെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്റെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഈ 10 മുതൽ 20 വരെയുള്ളതായ ഭാഗങ്ങളിൽ നിന്നും ചുരുക്കം ചില കാര്യങ്ങൾ ആദ്യമേ ഒന്ന് പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എനിക്ക് എല്ലാവരെയും കാണാൻ കഴിയുന്നില്ല എങ്കിലും ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, എല്ലാവരും ദൈവവചനം തുറന്നാണ് വെച്ചിരിക്കുന്നത്. എല്ലാവരുടെയും കയ്യിൽ ദൈവവചനം ഉണ്ടെന്നും ദൈവവചനം തുറന്നു വെച്ചിരിക്കുകയാണെന്നും അത് വായിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നും ഞാൻ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളോടൊന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1-ാമത്തെ കാര്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഭാഗത്തെ വിഷയമെന്ന് പറയുന്നത്, എ കോൾ ടു റിപ്പന്റൻസ്, മാനസാന്തരത്തിലേക്ക്, അനുതാപത്തിലേക്കുള്ള ഒരു വിളി, ദൈവത്തിന്റെ ഒരു വിളിയാണ് ഈ 10-ാമത്തെ വാക്യം മുതൽ 20-ാമത്തെ വാക്യം വരെയുള്ള 11 വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. മാനസാന്തരത്തിലേക്ക് നമ്മെ ദൈവം ആഹ്വാനം ചെയ്യുന്നു, നമ്മെ ദൈവം വിളിക്കുന്നു. അപ്പൊ ദൈവം ഈ കാര്യം തന്റെ ദാസനായിരിക്കുന്ന യെശയ്യാവ് മുഖാന്തരം അരുളി ചെയ്യുമ്പോൾ ഈ വിളി ഏവർക്കും ബാധകമായ നിലയിലാണ് പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി പറയാനായിട്ട് ഇന്ന് രാത്രിയിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. എ കോൾ ടു റിപ്പന്റൻസ്, അനുതാപത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക് വിളിക്കുന്നതായ ദൈവത്തെയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10 മുതൽ 20 വരെയുള്ളതായ വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഈ വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണെങ്കിൽ, ശ്രദ്ധിച്ച് വായിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എല്ലാ വാക്യങ്ങളും വായിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗങ്ങളൊന്ന് പറഞ്ഞു പോകാം. നിങ്ങൾ പിന്നീട് ദയവ് ചെയ്ത് വായിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഭാഗം വായിച്ചാൽ അവിടെ കാണാൻ കഴിയുന്നതായ ഒരു കാര്യം ഇങ്ങനെയാണ്: ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന ആരാധന. ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന ആരാധന എന്ന് പറയുമ്പോൾ അതിനൊരു മറുവശവും കൂടി ഉണ്ട്. എല്ലാ ആരാധനയിലും ദൈവം പ്രസാദിക്കുന്നുണ്ടോ എന്നുള്ളത് വിശേഷാൽ ഞാനും നിങ്ങളും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ വേദഭാഗം വായിക്കുമ്പോൾ യഹൂദന്മാരായവർ, ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിക്കുന്നവരാണ്, ദൈവത്തെ നമസ്കരിക്കുന്നവരാണ്, ദൈവമുമ്പാകെ യാഗങ്ങൾ അർപ്പിക്കുന്നവരാണ്, ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, ദൈവവുമായുള്ള ഹൃദ്യമായ ബന്ധത്തിൽ തുടരുവാനായിട്ട് താല്പര്യപ്പെടുന്നവരായിട്ടാണല്ലോ ഈ ജനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ ഇങ്ങനെ ഒന്ന് പറയട്ടെ: ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന ആരാധന കഴിക്കുവാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന് പ്രസാദകരമായ ആരാധന നാം കഴിക്കുന്നില്ല എങ്കിൽ അതിന്റെ മറുവശം എന്ന് പറയുന്നത് ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നില്ല എന്നുള്ളത് ഞാനും നിങ്ങളും സമ്മതിക്കേണ്ടതായിട്ട് വരും. ഒരു ദൈവദാസൻ ഈ ഭാഗത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ദ ഫോം ഓഫ് വർഷിപ്പ്, ആരാധനയുടെ സ്റ്റൈൽ, ആരാധനയുടെ ഫോമിൽ ഒരു കാര്യവും ഉള്ളതായിട്ട് കാണുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ ആശയം ഇതാണ്: ഒരു മതപരമായിരിക്കുന്ന ആരാധനയേക്കാൾ അപ്പുറമായ നിലയിലാണ് ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നത്. ഒരു ഫോമിലല്ല, ഒരു സ്റ്റൈലിലല്ല ദൈവം പ്രസാദിക്കുന്നത്, മറിച്ച് ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന ആരാധനയെ പറ്റി ഇവിടെ പരാമർശിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്: മാനസാന്തര അനുഭവത്തിൽ നാം ദൈവത്തെ ആരാധിക്കണമെന്നുള്ളതാണ് 10 മുതൽ 20 വരെയുള്ളതായ വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? ഞാൻ ആ ഭാഗത്തേക്ക് ഒന്ന് കടന്നു വരട്ടെ. അനുതാപത്തോടെ, അനുതാപ ഹൃദയത്തോടെ, പാപങ്ങളെ കുറിച്ചുള്ള പശ്ചാത്താപത്തിൽ, പാപം ചെയ്തു പോയതായിരിക്കുന്ന ദുഃഖത്തിൽ നമുക്ക് ഉണ്ടാകേണ്ട മാനസാന്തര അടിസ്ഥാനത്തിൽ ഉള്ളതായിരിക്കുന്ന ആരാധന. പ്രിയപ്പെട്ടവരെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ദ അക്സെപ്റ്റൻസ് ഓഫ് വർഷിപ്പ്, അതായത് 51-ാം സങ്കീർത്തനത്തിന്റെ 17-ാമത്തെ വാക്യം. ജോസുമനെ ആ വാക്യം ഒന്ന് വായിക്കണം.
51 സങ്കീർത്തനത്തിന്റെ 17 വാക്യത്തിൽ നാം എന്താ വായിക്കുന്നത്? ദൈവത്തിന്റെ ഹനനയാഗങ്ങളെ പറ്റി വായിക്കുന്നു. എന്താ ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ? ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല എന്ന് ദാവീദ് തന്റെ ജീവിതാനുഭവത്തിൽ നിന്നും 51 സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുന്ന ഈ വാക്കിന് ഒരുപാട് അർത്ഥവ്യാപ്തിയുണ്ട്. എന്ന് വെച്ചാൽ പാപം ചെയ്തു പോയതായ ആ വലിയ കുറ്റം തന്റെ ഹൃദയത്തെ വാസ്തവമായി ഭരിച്ചു എന്നുള്ളത് നമുക്ക് ആ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ആ അനുഭവത്തിൽ ദാവീദ് മുന്നോട്ട് പോയപ്പോൾ താൻ നേരിട്ടതായിരിക്കുന്ന പ്രശ്നങ്ങൾ തന്റെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും ആവർത്തിക്കാൻ കഴിയാതെ വണ്ണം ആ ഒരു പ്രത്യേക വിഷയം അന്നത്തേത് കൊണ്ട് എന്നേക്കുമായി തീരുവാനിടയായിത്തീർന്നു. ഒരു ശുദ്ധീകരണത്തിന്റെ, ഒരു മാനസാന്തരത്തിന്റെ വ്യക്തമായിരിക്കുന്ന ചിത്രം പ്രതിപാദിച്ചിരിക്കുന്ന അധ്യായങ്ങളിൽ ഒന്നാണല്ലോ 51 സങ്കീർത്തനം. ദാവീദ് പറയുന്നുണ്ടല്ലോ, ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ദാവീദിന്റെ ഹൃദയത്തിന്റെ ഭാരം പാപം ചെയ്തു പോയി, ശാരീരികമായിരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടായതായിരിക്കുന്ന പാപത്തെ കുറിച്ചുള്ള ശരിയായിരിക്കുന്ന ഒരു പശ്ചാത്താപം, ശരിയായിരിക്കുന്ന ഒരു അനുതാപം അത് ജീവിതത്തിലുണ്ട്. ആ അവസ്ഥയിൽ ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുവാൻ കഴിയുന്ന അനുഭവത്തെയാണ് മാനസാന്തരം എന്ന വാക്കുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവജനമേ, എന്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, എൻ്റെ നിങ്ങളുടെയും ആരാധനയിൽ ഞാനും നിങ്ങളും ദൈവത്തെ നമസ്കരിക്കുവാനായിട്ട് ചെല്ലുമ്പോൾ നമ്മളുണ്ടായതായിരിക്കുന്ന പാപത്തെക്കുറിച്ച്, നമ്മൾ സംഭവിച്ചു പോയതായിരിക്കുന്ന ഈ പാപത്തിന്റെ ഗൗരവത്തെ കുറിച്ചുള്ള ആ വാസ്തവമായിരിക്കുന്ന അവബോധം നമ്മുടെ ഹൃദയത്തെ ഭരിക്കുവാനും പശ്ചാത്താപത്തോടുകൂടെ, അനുതാപത്തോടുകൂടെ, ദുഃഖത്തോടുകൂടെ ദൈവം മുമ്പാകെ കടന്നു വന്ന് ആ തക്കതായിരിക്കുന്ന അനുഭവത്തെ ഏറ്റുവാങ്ങി ദൈവത്തെ ആരാധിപ്പാൻ കഴിയേണ്ടത് ആവശ്യമായ കാര്യമാണ്. ഇവിടെ 10 വാക്യം വായിക്കുമ്പോൾ 2-3 പ്രയോഗങ്ങൾ ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവം ഒരു വലിയ മുന്നറിയിപ്പ് കൊടുക്കുന്നതായിട്ടാണ് ഈ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് കഴിയുന്നത്. എന്താ ദൈവം കൊടുക്കുന്നതായ മുന്നറിയിപ്പ്? ഈ ഭാഗം ഞാനും നിങ്ങളും ഒന്ന് വിലയിരുത്തി വായിക്കുവാനായിട്ട് ഇടയാകണം. ഒന്ന് ഗൗരവമായി വായിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഈ അനുതാപത്തിന്റെ വിളിയിൽ, അല്ലെങ്കിൽ മാനസാന്തരപ്പെടുവാൻ ദൈവം നമ്മെ വിളിക്കുന്നതിനോട് ബന്ധത്തിൽ 4 പ്രധാനപ്പെട്ടതായ കാര്യങ്ങളാണ് ഈ 10 മുതൽ 20 വരെയുള്ളതായ വാക്യങ്ങളിൽ നിന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് വായിക്കാൻ 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ദൈവം ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാകുന്നതായിട്ട് കാണാൻ കഴിയുന്നു. തന്റെ ജനത്തോട് ദൈവം ഒന്ന് അഭിമുഖീകരിക്കുവാൻ, തന്റെ ജനത്തെ ഒന്ന് അഭിമുഖീകരിക്കുവാനായിട്ട് ദൈവം താല്പര്യപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഈ ജനത്തെ സംബന്ധിച്ച് നമുക്കറിയാം, അതായത് ഈ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ഇത് ആരോടുള്ളതായിരിക്കുന്ന വാക്കുകളാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായത് ഈ ദർശനത്തെ പറ്റി വായിക്കുമ്പോൾ 1-ാം വാക്യത്തിൽ വായിക്കുന്നത് ഉസിയാവ്, യോദ്ധാം, ആഹാസ്, ഹെസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെയും യെരുശലേമിനെയും പറ്റി ദർശിച്ച ദർശനം എന്ന് പറഞ്ഞാണല്ലോ ഈ പ്രവചന പുസ്തകം ആരംഭിക്കുന്നത്. ഇസ്രയേലിനെയും യെരുശലേമിനെയും പറ്റി ദർശിച്ചതായിരിക്കുന്ന ആ വിവരം, യഹൂദയെയും യെരുശലേമിനെയും പറ്റി ദർശിച്ചതായ ദർശനം. എന്നാൽ ഇവിടെ 10-ാമത്തെ വാക്യത്തിൽ ഇവരെ വിളിക്കുന്ന പേരെന്താണ്? ഇവരെ വിളിക്കുന്ന പേര് സോദോം അധിപതികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. ഗോമോറ ജനമേ, നമ്മുടെ ദൈവത്തിന്റെ ന്യായപ്രമാണം ശ്രദ്ധിച്ചുകൊള്ളുവീൻ. ഇത് ആരോടുള്ളതായിരിക്കുന്ന പ്രബോധനമാണ്? എന്തുകൊണ്ടാണ് ഈ യഹൂദ ജനത്തെ, ഈ യെരുശലേമിനെ സോദോം എന്നും ഗോമോറ എന്നും വിളിക്കുവാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം, വിശദീകരണത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഭാഗങ്ങളാണ്. എന്തുകൊണ്ടാണ്
അങ്ങനെ ഒരു സംബോധന ദൈവത്തിന്റെ ആത്മാവ് തന്റെ ജനം എന്ന് അവകാശപ്പെടുന്ന ഈ ജനത്തോടുള്ള ബന്ധത്തിൽ പറയുന്നത് എന്തുകൊണ്ടാണ്? സോദോം അധിപതികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. ഗോമോര ജനമേ, നമ്മുടെ ദൈവത്തിന്റെ ന്യായപ്രമാണം ശ്രദ്ധിച്ചുകൊള്ളുവീൻ. ഈ ജനത്തിന്റെ പാപമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടതായ വിഷയമായിരിക്കുന്നത്. ഈ ജനം ചെയ്തു പോയതാ ദൈവത്തോട് ചെയ്തതായിരിക്കുന്ന അപരാധങ്ങളെ മുന്നിൽ കാണുകയാണ് ദൈവം. ഗോമോരയ്ക്ക്, അല്ലെങ്കിൽ ഇതിന്റെ മുകളിലത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ 9-ാമത്തെ വാക്യം നോക്കി. 1-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യം, സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അത്യല്പമായ ഒരു ശേഷിപ്പ് വെച്ചിരുന്നില്ലെങ്കിൽ നാം എന്താ വായിക്കുന്നത്? നാം സോദോം പോലെ ആകുമായിരുന്നു, ഗോമോരയ്ക്ക് സദൃശമാകുമായിരുന്നു. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? അങ്ങനെ സംഭവിച്ചില്ല. കാരണം എന്താണ്? ദൈവം തന്റെ ജനത്തോട് കൃപ കാണിച്ചു. ദൈവം തന്റെ ജനത്തോട് കൃപ കാണിച്ചു. നിങ്ങൾ അങ്ങനെ ആകുമായിരുന്നു, എന്നാൽ ആയിട്ടില്ല. ആകാൻ കഴിയാതെ പോയതിന്റെ കാരണം അത് ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. എന്നാൽ ഇവിടെ ദൈവം പറയുകയാണ്, സോദോം അധിപതികളെ എന്ന് അവരുടെ പാപത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ആത്മാവ് വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, യഹോവയുടെ വചനം കേൾപ്പീൻ, നമ്മുടെ ദൈവത്തിന്റെ ന്യായപ്രമാണം ശ്രദ്ധിച്ചുകൊള്ളുവീൻ. എന്താ ന്യായപ്രമാണം പറയുന്നത്? എന്താണ് വചനം പറയുന്നത്? പാപത്തോടുള്ള ബന്ധത്തിൽ, ആരാധനയോടുള്ള ബന്ധത്തിൽ എന്താണ് ഇവിടെ വായിപ്പാനായിട്ട് കഴിയുന്നത്? 11-ാമത്തെ വാക്യം എന്താ വായിക്കുന്നത്? നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിന് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടുകൊറ്റന്മാരുടെയോ രക്തം എനിക്ക് ഇഷ്ടമല്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രവാചകൻ മുഖാന്തരം ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗങ്ങൾ വളരെ വളരെ ഗൗരവമായി ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. ന്യായപ്രമാണ പുസ്തകങ്ങൾ അഥവാ ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കുവാനായിട്ട് താല്പര്യപ്പെടേണ്ടതായ കാര്യത്തെക്കുറിച്ചും ആ വ്യക്തി ദൈവം മുമ്പാകെ കടന്നു വന്ന് ദൈവത്തിന് ഹോമയാഗമർപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചും ഒക്കെയുള്ള വ്യക്തമായ വാക്കുകൾ നമുക്കറിയാവുന്നതാണ്. ലേവ്യ പുസ്തകത്തിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തി തന്നിട്ടുമുണ്ട്. എന്നാൽ ഇപ്പം ദൈവം എന്താണ് പറയുന്നത്? ദൈവം പറയുകയാണ്, എന്ത്? മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു, എനിക്ക് തൃപ്തിയായിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം എന്താണ്? കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടന്മാരുടെ രക്തം എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് മതി. നിങ്ങളുടെ ഹോമയാഗങ്ങൾ എനിക്ക് മതി. എനിക്ക് നിങ്ങൾ അർപ്പിക്കുന്ന രക്തം അതിലെനിക്ക് ഇഷ്ടമല്ല. ആ വാക്കുകളുടെ ഗൗരവം പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഒന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. എന്താ ഇവിടുത്തെ വിഷയം? എന്താ? കോൾ ടു റിപ്പന്റൻസ്. ഈ അവസ്ഥയിലിരിക്കുന്ന ജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം. ഇവിടെ അനുതാപം എന്നതായിരിക്കുന്ന വാക്ക് പല പ്രാവശ്യങ്ങളിൽ പല വിഷയത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മാനസാന്തരം, അനുതാപം എല്ലാം ഒരേ വാക്കുകളാണെന്നുള്ളത് നമുക്കറിയാവുന്നതായ കാര്യമാണല്ലോ. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ മൃഗങ്ങളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ അർപ്പിക്കണം എന്നുള്ളത് ദൈവത്തിന് താല്പര്യമാണ്, ദൈവത്തിന് നിയമമാണ്, ദൈവത്തിന് തീരുമാനമാണ്. എന്നാൽ ഇപ്പോൾ എന്താ പറയുന്നത്? എനിക്കത് ഇഷ്ടമില്ല, എനിക്കത് ഇഷ്ടമില്ല. എന്താ ഇവിടെ അർത്ഥമാക്കുന്നത്? മാനസാന്തരപ്പെടുവാൻ കഴിയാത്ത, ദൈവം മുമ്പാകെ സംഭവിച്ചു പോയതായിരിക്കുന്ന പാപങ്ങളെ കുറിച്ചായിരിക്കുന്ന അനുതാപം ഇല്ലാത്തതായിരിക്കുന്ന യാഗാർപ്പണത്തിൽ ദൈവത്തിന് താല്പര്യമില്ല. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കുന്ന പുരോഹിതന്മാരാണ്. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാണ്ടൊക്കെ വണ്ണം
തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വംശവും വിശുദ്ധ ജനവുമായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നവരാണ്. ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ഈ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഗൗരവമായി ഒന്ന് ചിന്തിച്ചു നോക്കുക. മാനസാന്തര അനുഭവം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നാം അർപ്പിക്കുന്ന ഈ ഹോമയാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ദൈവത്തിനത് ഇഷ്ടമല്ല. ഞാൻ രണ്ടാമത്തെ ഭാഗത്തേക്ക് ഒന്ന് എളുപ്പം കടന്നു വരട്ടെ. രണ്ടാമത്തെ ഭാഗം അക്യൂസേഷനാണ്, കുറ്റം ചുമത്തലാണ്, അല്ലെ കുറ്റപ്പെടുത്തലാണ്. എന്താണ് ദൈവം ഇവരെ കുറ്റപ്പെടുത്തുന്നതായ കാര്യം? അതിന്റെ 11 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങളിൽ ഈ വാക്കുകൾ കാണാൻ കഴിയുന്നുണ്ട്. നാം 11ാമത്തെ വാക്യം വായിച്ചതാണ്. 12ാമത്തെ വാക്യം എന്താ വായിക്കുന്നത്? നിങ്ങൾ എന്റെ സന്നിധിയിൽ വരുമ്പോൾ എന്റെ പ്രാണത്തെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചതാ. 13ാം വാക്യം, ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്, എനിക്ക് വെറുപ്പാകുന്നു. അമാവാസ്യ ശബ്ബത്ത് സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. 14ാം വാക്യം, നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു, അവ എനിക്ക് അസഹ്യം, ഞാൻ അവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു. 15 കൂടെ, നിങ്ങൾ കൈ മടത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല, നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നടന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകളുടെ ഗൗരവം നമുക്കൊന്ന് ധ്യാനിക്കാനായിട്ട് കഴിയുമോ? ഇതിനകത്തെ എല്ലാ പദപ്രയോഗങ്ങളും എടുത്ത് ചിന്തിക്കേണ്ടതാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അതിനുള്ളതായിരിക്കുന്ന സമയം നമ്മുടെ മുമ്പിലില്ല. ഇങ്ങനെ ഒരു വാക്ക് മാത്രം ഞാൻ അവിടെ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഭാരം. ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയം ഭാരപ്പെടുത്തത്തക്ക നിലയിലാണ് നാം ദൈവത്തെ ആരാധിക്കുന്നതെങ്കിൽ ആ ആരാധന കൈക്കൊള്ളുവാൻ, സ്വീകരിപ്പാൻ ദൈവത്തിന് താല്പര്യമില്ല. വിശുദ്ധ മന്ദിരത്തെ പണിയുന്നവരാണ് നാം. ദൈവത്തിന്റെ നിവാസമാണ് ഞാനും നിങ്ങളും. എന്നെ നിങ്ങളെയും അങ്ങനെയാണ് ദൈവം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്, പണിതിരിക്കുന്നത്. ആത്മാവിനാൽ ഒന്നിച്ച് പണിതിരിക്കുന്നു. ഇന്നും ആ പണി തുടരുന്നു. എന്നാൽ ഇവിടെ ആ പണിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് വിശുദ്ധ മന്ദിരത്തിൽ ദൈവത്തെ നമസ്കരിക്കുന്ന നമ്മോട് ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, മാനസാന്തര അനുഭവം ഇല്ലാത്തതായിരിക്കുന്ന അർപ്പണം എനിക്ക് വേണ്ട. ഞാൻ ആ വാക്കുകൾ ഇനി ആവർത്തിക്കുന്നില്ല, എന്നാൽ പലതെടുത്ത് പറയേണ്ടതാണ്. 13ാമത്തെ വാക്യം, ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്, ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസിയും ശബത്തും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവ യോഗവും എനിക്ക് സഹിച്ചുകൂടാ. ദൈവമുമ്പാകെ അടുത്തു വരുന്നവന്, ദൈവസന്നിധിയോട് അടുത്തു വരുന്നവന്, ദൈവത്തെ ആരാധിപ്പാനായിട്ട് അടുത്തു വരുന്ന ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടവനായിരിക്കണം. ചില വാക്കുകളൊക്കെ ഇവിടെ ഒന്ന് എടുത്ത് ചിന്തിക്കേണ്ടതാണ്. അതായത് ദൈവം താൻ തന്നെ പറയുകയാണ്, ഞാനത് സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു എന്നാണ് വായിക്കുന്നത്. ഇതെല്ലാം ദൈവത്തിന്റെ ഹൃദയഭാരത്തിന്റെ വാക്കുകളാണെന്നുള്ളത് നമുക്കറിയാം. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ഹൃദയം ഭാരപ്പെടുന്നത്? കഴിഞ്ഞ പല ദിവസങ്ങളായിട്ട് ഞാൻ ഈ വിഷയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മലാക്കി പ്രവാചകന്റെ പുസ്തകം വായിക്കുകയാണെങ്കിൽ പ്രവാചകം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നതായ ആ പുസ്തകം ബൈബിളിലെ അവസാനത്തെ പുസ്തകമാണ്, നമുക്കറിയാമല്ലോ. പ്രവാചകം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ആ പുസ്തകം, പ്രവാചകം എന്ന് പറയുന്നത് നമുക്കറിയാം പ്രവചനമല്ല, മറിച്ച് അതൊരു ബേർഡനാണ്. ദൈവത്തിന്റെ ഹൃദയഭാരം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്.
ദൈവത്തിൻ്റെ ഹൃദയം ഭാരപ്പെടുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഭാരമുണ്ടാകുന്നു. എന്താണ് കാരണം? എന്താണ് കാരണം? ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന ആരാധനയോടുള്ള ബന്ധത്തിലാണ്. മലാഖി പ്രവചനത്തിലാണെങ്കിലും യെശയ്യാ പ്രവചനത്തിലാണെങ്കിലും ഈ ഇസ്രയേലിന്റെ ആരാധന യാഗാർപ്പണത്തിന് മുമ്പിൽ സംഭവിച്ചിരിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് ദൈവത്തിന്റെ ഹൃദയം ഭാരപ്പെടുന്നത്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ നിങ്ങളുടെയും ആരാധനയെ സംബന്ധിച്ച് എബ്രായ ലേഖനകാരൻ പറഞ്ഞിരിക്കുന്നത് സുഗ്രാഹ്യമായ ആരാധന എന്നാണ്. സുഗ്രാഹ്യമായിരിക്കുന്ന ആരാധന ദൈവം സ്വീകരിക്കണമെങ്കിൽ സഭകളോടുള്ള ദൂത് പറയും. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. നാം മാനസാന്തരപ്പെടണം എന്ന് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈനംദിന മാനസാന്തരം, ദൈവവചനത്താൽ ഉള്ളതായിരിക്കുന്ന കഴുകൽ അത് പ്രാപിക്കണം. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരായി നാം എബ്രായർ 10 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ആ കഴുകൽ, ദൈനംദിന കഴുകൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മിൽ ഉണ്ടാകാതെ ദൈവത്തിന് ആരാധന അർപ്പിച്ചാൽ അത് സുഗ്രാഹ്യമായി തീരും എന്ന് ആരും വിചാരിക്കരുത്. വളരെ ഗൗരവമായ കാര്യം. ഞാൻ മുമ്പോട്ട് പോകട്ടെ. 16 മുതൽ 18 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇതുവരെ പറഞ്ഞതിനും വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് ദൈവാത്മാവ് പറയുന്നത്. ഇതുവരെ പറഞ്ഞത് ഒരു ഏറ്റുമുട്ടലിന് ദൈവം തയ്യാറാകുകയാണ്. 2, അവിടെ ആരാധനയിൽ കുറ്റം ചുമത്തപ്പെടുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നതെങ്കിൽ 16 മുതൽ 18 വരെയുള്ളതായ വാക്യങ്ങൾ വായിച്ചാൽ ഒരു വലിയ ഇൻവിറ്റേഷൻ കാണാൻ കഴിയുന്നുണ്ട്. എന്താ ഇൻവിറ്റേഷൻ? ആരാധനയിലേക്ക് ഈ ജനത്തെ സ്വാഗതം ചെയ്യുകയാണ്. എന്നിട്ട് പറയുകയാണ് 18-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? അവിടെ 16 മുതൽ 18 വരെ, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവീൻ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്നും നീക്കിക്കളവീൻ, തിന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ, നന്മ ചെയ്യുവാൻ പഠിപ്പീൻ, ന്യായം അന്വേഷിപ്പീൻ. നിങ്ങൾ ആ വാക്യം കണ്ടോ പ്രിയപ്പെട്ടവരെ? 3 പ്രധാനപ്പെട്ടതായ വാക്കുകൾ അവിടെ ദൈവാത്മാവ് പറയുന്നു. 16-ാമത്തെ വാക്യത്തിൽ 1, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവീൻ. 2, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തിന്റെ കണ്ണുമുമ്പിൽ നിന്നും നീക്കിക്കളവീൻ. വെടിപ്പാക്കുവീൻ, നീക്കിക്കളവീൻ. അടുത്തത് 17-ാമത്തെ വാക്യത്തിൽ എന്താണ്? ന്യായം അന്വേഷിപ്പീൻ. ന്യായമായത് എന്നുള്ള നിലയിലാണ് ന്യായം അന്വേഷിപ്പീൻ. ഈ 3 വാക്കുകളുടെ പ്രാധാന്യത എന്താണ്? ആരാധനയോടുള്ള ബന്ധത്തിൽ ഒരു വലിയ ഇൻവിറ്റേഷൻ ദൈവം നൽകുകയാണ്. ഒരു വലിയ ആഹ്വാനം ദൈവാത്മാവ് നൽകി തരികയാണ്. എന്താ ആഹ്വാനം? എന്താണ്? 16-ാമത്തെ വാക്യത്തിൽ വായിച്ചു, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവീൻ. നാം കഴുകപ്പെട്ടവരാണ്, നാം ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം അത് ഓർത്തു. നാം വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. അതിന്റെ 3 അവസ്ഥകളെ പറ്റി ഞാൻ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി. 3 സ്ഥാനങ്ങൾ, സ്ഥാനീയമായിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ഇനി പ്രായോഗികമായ വിശുദ്ധീകരണം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ആത്യന്തികമായ വിശുദ്ധീകരണത്തിന് ഞാൻ നിങ്ങളും പ്രവേശിക്കും. അത് ഈ ശരീരം മാറുമ്പോഴാണെന്നുള്ളവരെ നമുക്കറിയാവുന്നതായ കാര്യമാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ കാര്യം എന്താണ്? സ്ഥാനീയമായി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന എന്നോടും നിങ്ങളോടും ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ഭാഷയിൽ പറയുകയാണ്. എന്ത്? 16-ാമത്തെ വാക്യത്തിൽ, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവീൻ. ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടാകേണ്ട കഴുകൽ, ദൈനംദിന കഴുകൽ, അത് വിശുദ്ധ മന്ദിരത്തെ പണിയുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ
ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യമാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. ഈ തിരിച്ചറിവ് നമ്മൾ ഉണ്ടാകുമ്പോൾ ഈ കഴുകലിൻ്റെ പ്രാധാന്യത നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 132 സങ്കീർത്തനത്തിൽ സിയോനെ കുറിച്ച് വായിച്ചയക്കുന്ന വാക്യം നാം വായിച്ചു. ഞാൻ നിന്നിൽ വസിക്കുവാനായിട്ട് ഇച്ഛിക്കുന്നു, എന്റെ വാസസ്ഥാനമായി ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കയാൽ. ഇന്ന് നമ്മിൽ വസിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നു, സ്ഥാനീയമായി വസിക്കുന്നുവെങ്കിൽ ഒരു ദൈനംദിന കഴുകൽ, മാനസാന്തരം എത്രയോ ആവശ്യമായ കാര്യമാണ്. ദൈവം പ്രസാദിക്കുന്ന ആരാധനയ്ക്ക് അടിസ്ഥാനമായ കാരണമെന്ന് പറയുന്നത് നമുക്കുണ്ടാകേണ്ട മാനസാന്തരമാണ്. സമാഗമന കൂടാരത്തിൽ വെച്ചിരിക്കുന്ന രണ്ടാമത്തെ ഉപകരണം ആരോടും ചോദിക്കണ്ട, എല്ലാവർക്കും അറിയാം. അത് താമ്രത്തൊട്ടിയാണ്. ആ താമ്രത്തൊട്ടിയിൽ വെച്ചിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നമുക്കറിയാം. അത് ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ആ വസ്തുതയെ അവിടെ വെച്ചിരിക്കുന്നത്. യാഗപീഠത്തിൽ പാപത്തിന് പരിഹാരമുണ്ടായി. ആ പരിഹരിക്കപ്പെട്ടവൻ മുമ്പോട്ട് കടന്നു വരുമ്പോൾ, പുരോഹിതൻ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം ആവശ്യമായിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ ദൈനംദിന ശുദ്ധീകരണത്തിന്റെ ആവശ്യകത എത്രമാത്രം വലുതാണ്. ആ ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുന്നതല്ല. അത് സ്ഥാനീയമായ ഒരു കാര്യമായിട്ടാണെങ്കിൽ അനുദിന ജീവിതാനുഭവങ്ങളോട് ബന്ധപ്പെട്ടും ഇതേ വാക്ക് തന്നെയാണ് കാണാൻ കഴിയുന്നത്. രണ്ടാമത്തെ പ്രയോഗം ഞാൻ വായിക്കുണ്ടായി 16-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ പ്രവർത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കളവീൻ. എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? പ്രവർത്തികളുടെ ദോഷത്തെ, തെറ്റ് സംഭവിച്ചു പോയെങ്കിൽ ദൈവസല്ലാ തെറ്റ് ഏറ്റുപറയുകയാണ്. ദൈവസല്ലാ തെറ്റ് ഏറ്റുപറയുന്നതോടൊപ്പം ആ പ്രവൃത്തി കൊണ്ടുണ്ടായിരിക്കുന്ന ദോഷം പരിഹരിക്കപ്പെടണം. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ ആ പ്രവൃത്തിയുടെ ദോഷം അത് പരിഹരിക്കപ്പെടണം. ആ പ്രവൃത്തിയിൽ നിന്ന് മാറ്റം ഉണ്ടാകണമെന്ന് മാത്രമല്ല, ആ പ്രവൃത്തിയിൽ സംഭവിച്ചു പോയ ദോഷം അത് പരിഹരിക്കപ്പെടണം. നമുക്കറിയാം, പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം 5-ാം അധ്യായത്തിലൊക്കെ നാം വായിക്കുമ്പോൾ, മാനസാന്തരപ്പെടുവാൻ താല്പര്യപ്പെടുന്നവൻ, അനുതാപമുള്ളവൻ സംഭവിച്ചു പോയ തെറ്റിന്റെ മുമ്പിൽ അവൻ ഏറ്റുപറയുക മാത്രമല്ല, അവന് അതിന് തക്കതായിരിക്കുന്ന പ്രതിഫലത്തെയും കൂടെ കൊടുക്കണം, പാരിതോഷികം ഏൽപ്പിക്കണം. അത് ഇസ്രായേലിനുള്ള പ്രമാണമായിട്ട് ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നുണ്ട്. നിങ്ങൾ പിന്നീട് അടുത്ത് വായിച്ചാൽ മതിയാകും. പ്രവൃത്തിയുടെ ദോഷം അത് നീക്കിക്കളയണം. സംഭവിച്ചു പോയത് ദൈവം ഏറ്റുപറഞ്ഞ് ഇനി ആവർത്തിക്കുന്നില്ല എന്ന് പറയുന്നു. അത് ശരിയാണ്, അത് ആവശ്യമാണ്. എന്നാൽ സംഭവിച്ചു പോയതിനെ, നഷ്ടപ്പെട്ടു പോയതിനെ, അതുകൊണ്ടുണ്ടായ ദോഷത്തെ പരിഹരിക്കുവാനിടയായിട്ട് തീർന്നു. ഏറ്റവും ഒടുവിലായിട്ട് 4-ാമതായ ഒരു കാര്യം അവിടെ വായിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. 19-20 വാക്യത്തിൽ എന്താ 19-20 വായിക്കുന്നത്? നന്മ അനുഭവിക്കും. ഇവിടെ ഇതാ ഒരു തീരുമാനത്തിലേക്ക് എത്തുവാനായി തന്റെ ജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാണ്. 18-ാമത്തെ വാക്യത്തിൽ ദൈവാത്മാവ് പറയുന്നുണ്ട്, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം. ദൈവം മനുഷ്യനോട് പറയുന്നതായ കാര്യം. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ആരാധനയോടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടാകേണ്ട മാനസാന്തരത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഈ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നു. അല്പം ചില മിനിറ്റുകൾ കൂടെ എൻ്റെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ഞാൻ ഈ ദിവസങ്ങളിൽ എറണാകുളം നോർത്ത് അസംബ്ലിയിൽ
കഴിഞ്ഞ ഒരു 6 മാസത്തോളവുമായി ആസിയയിലെ സഭകൾ 7 സഭകൾ എന്നുള്ളതായ ആ ടൈറ്റിലിൽ 7 സഭകൾക്കുള്ള ദൂതനെ പറ്റി ക്ലാസ് എടുക്കുകയായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു അതിൻ്റെ അവസാനത്തെ ക്ലാസ്. 22 ക്ലാസ്സുകൾ ആ നിലയിൽ എടുക്കുവാനിടയായി. ഞാൻ അവിടെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചതായ ഒരു കാര്യം, 2 സഭ, സ്മൂർന്ന സഭയും ഫിലദൽഫിയ സഭയും, ഈ 2 സഭകളോട് ഒഴികെ 5 സഭകളോടുള്ള ബന്ധത്തിലും ദൈവാത്മാവ് പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നതായിരിക്കുന്ന വാക്ക് മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുക. 1-ാമത്തെ സഭയായിരിക്കുന്ന എഫേസോസ് സഭയോടുള്ള ബന്ധത്തിൽ നാം വായിക്കുന്നത് എന്താണ്? 4-ാമത്തെ വാക്യത്തിൽ, എങ്കിലും നിന്നെക്കുറിച്ച് നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനായിട്ടുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. കഴിഞ്ഞ ദിവസത്തെ കൺവെൻഷന്റെ മധ്യത്തിലും ഈ വാക്ക് പരാമർശിക്കപ്പെട്ടുകൊണ്ടായ എന്തായിരുന്നു ആദ്യ സ്നേഹം എന്നുള്ളത് കഴിഞ്ഞ രാത്രിയെ നാം കേൾക്കുവാൻ തക്കോണം ഇടയായിട്ട് തീർന്നു. കർത്താവിന്റെ ദാസനെ ദൈവം ആ നിലയിൽ ശക്തമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഒരു പ്രബോധനം ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് എന്താണ്? നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെടണം. 5 പ്രധാനപ്പെട്ടതായ വിഷയങ്ങളുടെ ബന്ധത്തിലാണ് ഈ സഭകളിലെല്ലാം ഈ കാര്യം കാണാനായിട്ട് കഴിയുന്നത്. പെർഗമോ സഭയുള്ള ബന്ധത്തിൽ എന്താണ് വായിക്കാൻ കഴിയുന്നത്? അവിടെയും ഇതേ വാക്ക് തന്നെ കാണാൻ കഴിയുന്നു. 15-ാമത്തെ വാക്യം, അവണ്ണം നിക്കൊലോവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കും അവിടെ ഉണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. മാനസാന്തരപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിന്റെ പ്രാധാന്യത ഞാനും നിങ്ങളും വാസ്തവമായിട്ട് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, പക്ഷേ എല്ലാം ഞാൻ പറയുന്നില്ല, സമയം അതിന് അനുവദിക്കുന്നില്ല. അടുത്ത സഭ തുയതൈര സഭയാണ്. ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്, മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കിനോട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 20-ാമത്തെ വാക്കിൽ ഇങ്ങനെ വായിക്കുന്നു, താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. വളരെ ഗുരുതരമായ ഒരു കുറ്റമായിട്ടല്ലേ ഇതിനെ കാണാൻ കഴിയുന്നത്? നമുക്കറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അടുത്ത വാക്ക് എന്താണ് അവിടെ വായിക്കുന്നത്? ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ആ സ്ത്രീയെ സംബന്ധിച്ച് അവൾക്ക് മനസ്സില്ല. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഹൃദയത്തിന്റെ താല്പര്യം, അയ്യോ എത്ര വ്യക്തമായിട്ടാണ് നമ്മെ ദൈവം ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ താല്പര്യം എത്ര താല്പര്യത്തോടുകൂടെയാണ് ദൈവം ഈ കാര്യത്തിൽ ഇടപെടുന്നത്. മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ പല ദിവസങ്ങളായി ഈ വേദഭാഗങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ എന്നോട് ദൈവാത്മാവ് സംസാരിച്ച അനേക കാര്യങ്ങൾ. നമുക്കൊക്കെ ദൈവം തന്നിരിക്കുന്ന ഈ കൃപയുടെ സമയത്തെ ഞാനും നിങ്ങളും ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത് വളരെ ഗുരുതരമായിരിക്കുന്ന വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളത് നാം എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? മാനസാന്തരാനുഭവം ഇല്ലാതെ വണ്ണം യഹോവയായ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തെ പണിയുവാൻ നമുക്ക് കഴിയുകയില്ല. ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്,
നാം പണിയണം, നാം നമ്മെ തന്നെ പണിയണം. ഇവിടെ എബ്രായർ 10 അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരായി ദൈവത്തിന്റെ വനത്താൽ ലഭിക്കുന്ന അനുദിന ശുദ്ധീകരണം, അതേ ദൈവവനത്താൽ നമുക്ക് ലഭിക്കുന്ന റിപ്പന്റൻസ്, മാനസാന്തരം. ഇനിയും പല വാക്കുകളുണ്ട്, ഞാൻ ആ ഭാഗത്ത് നിന്ന് മടങ്ങി വരട്ടെ. ഈ മാനസാന്തരപ്പെടുന്ന കാര്യം പറഞ്ഞിടത്തൊക്കെ ഈ പ്രധാനമായി പല സഭകളോട് വന്നതിൽ കാണുന്നൊരു വാക്ക് ഇവിടെ ഉണ്ടല്ലോ, ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക. ഇതൊരു വലിയ മുന്നറിയിപ്പാണ്, ഇതൊരു വലിയ പ്രബോധനമാണ്. ഇത് ദൈവം നമ്മോട് വ്യക്തിപരമായി സംസാരിക്കുന്ന വാക്കുകളാണ്. നമുക്കറിയാം, ഈ ദൂതനെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ നമുക്കറിയാം. ഈ സഭകളുടെ ദൂതനെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ, അതായത് ഈ ഓരോ സഭയോടുള്ള ബന്ധത്തിലും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നതായ കാര്യങ്ങൾ നാം ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ 4 തരം ഉദ്ദേശങ്ങളെ ഓരോ ദൂതിലും കാണാൻ കഴിയുന്നു. 4 തരം ഉദ്ദേശങ്ങൾ. ഒന്ന്, തദ്ദേശീയമായിരിക്കുന്ന ഒരു ദൂത്. അത് ഓരോ സഭയോടുള്ള ബന്ധത്തിലും, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഓരോ സഭയോടുള്ള ബന്ധത്തിലും ഒരു തദ്ദേശികമായിരിക്കുന്ന ദൂതായിട്ട് ഓരോന്നിനെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സാർവത്രികമായിരിക്കുന്ന ദൂതായിട്ട് ഇതിനെ കാണാൻ കഴിയുന്നുണ്ട്. സാർവത്രികമായിരിക്കുന്ന ഒരു ദൂത്. എന്താണ് ദൂത്? മാനസാന്തരപ്പെടുക. ഈ 5 സഭയോടും ഈ കാര്യം ആവർത്തിച്ച് പറയുകയാണ്, മാനസാന്തരപ്പെടണം. ഏത് കാലത്തുമുള്ളവരാണെങ്കിലും ഒരു സാർവത്രികമായിരിക്കുന്ന ദൂത് അതിൽ കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ടതായ ആശയം, ഒരു പ്രവചനപരമായിരിക്കുന്ന ദൂത് ഓരോ ദൂതിലും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് നാം ചിന്തിക്കുമ്പോൾ 4-മത്തെ കാര്യം, ഇത് ഓരോന്നും ഓരോ വ്യക്തിപരമായിരിക്കുന്ന ദൂതുമായിട്ടും ഇതിനെ കാണാൻ കഴിയുന്നുണ്ട്. തദ്ദേശീയമായ ഒരു ദൂത്, സാർവത്രികമായ ഒരു ദൂത്, പ്രവചനപരമായ ഒരു ദൂത്, വ്യക്തിപരമായ ഒരു ദൂത്. എന്താ വ്യക്തിപരമായ ദൂത്? ഓരോ സഭയോടും ദൈവത്തിന്റെ ആത്മാവിന് വ്യക്തിപരമായി പറയാനായിട്ടുള്ളത് എന്താണ്? മാനസാന്തരപ്പെടുക, ജാഗ്രതയുള്ളവരായിരിക്കുക. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവി ഉള്ളവരല്ല, ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുകയാണ്, എന്നോട് വ്യക്തിപരമായിട്ട് പറയുകയാണ്, നീ മാനസാന്തരപ്പെടണം. എങ്കിൽ മാത്രമേ ഈ ആരാധന എന്ന് പറയുന്നത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചും അത് എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നതായ കാര്യമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്കെല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമാണല്ലോ. നമ്മെ വീണ്ടെടുപ്പുകാരന്റെ മുമ്പിലാണ്, വീണ്ടെടുപ്പ് വില നൽകി തന്ന നമ്മെ വീണ്ടെടുപ്പുകാരന്റെ മുമ്പിലാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയാണ് നാം പിതാവായ ദൈവത്തെ ആരാധിപ്പാനായിട്ട് കടന്നു വരുന്നത്. ആരാധന അത്യന്തം പ്രാധാന്യമുള്ളതായ കാര്യം. എന്നാൽ അക്സെപ്റ്റബിൾ വേർഷിപ്പ്, അതായത് ദൈവത്തിന് സ്വീകാര്യമായിരിക്കുന്ന ആരാധനയുടെ പിന്നിൽ നമുക്കുണ്ടാകേണ്ട മാനസാന്തരം എത്ര പ്രാധാന്യമർഹിക്കുന്നതായ കാര്യമാണ്. ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന ആരാധന കഴിക്കുവാൻ ഒരു ശരിയായ അനുതാപം, മാനസാന്തരം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകുവാൻ കർത്താവ് സംഗതിയാക്കട്ടെ. നമ്മുടെ ആരാധന ദൈവം സ്വീകരിക്കണമല്ലോ, അത് സുഗ്രാഹ്യമാകണമല്ലോ, ദൈവം അതിൽ പ്രസാദിക്കണമല്ലോ. അങ്ങനെയെങ്കിൽ നമ്മിൽ നിന്നും ഉണ്ടാകേണ്ട പ്രതികരണം ദൈവം അത് ആഗ്രഹിക്കുന്നു. ആ നിലയിൽ പ്രതികരിക്കുവാൻ ശരിയായ ഒരു മാനസാന്തരം, ദൈനംദിന മാനസാന്തരം. പല കാര്യങ്ങൾ ഞാൻ ഇതിനോട് ചേർത്ത് ചിന്തിക്കുവാനായിട്ട് കുറിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടേക്കൊന്നും ഇന്ന് രാത്രി പോകുന്നില്ല. സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഞാൻ അവിടെ അവസാനിപ്പിക്കട്ടെ. വാസ്തവമായ ശരിയായ ഒരു മാനസാന്തരം, ദൈനംദിന മാനസാന്തരം നമ്മളുണ്ടാകുമ്പോൾ മാത്രമാണ് ദൈവം ആഗ്രഹിക്കത്തക്കതായ നിലയിൽ ദൈവത്തിന് നിവാസമായിരിക്കുന്ന മന്ദിരത്തെ പണിയുവാനായിട്ട് നമുക്കിടയാകേണ്ടത്.
അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ, തൻ്റെ വചനത്താൽ നിറയ്ക്കട്ടെ, ഈ വചനകഴിവ് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.